വാട്ടർ തീം പാർക്ക് വീഗാലാൻഡിൽ 2002 വീണ് പരിക്കേറ്റ യുവാവ് നഷ്ടപരിഹാരത്തിന് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചത് സത്യം ബോധ്യപ്പെടാൻ. വസ്തുത പരിശോധിച്ച് കോടതിയെ അറിയിക്കാൻ അഡ്വക്കേറ്റ് CK കരുണാകരനെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അമിക്കസ് ക്യൂറിയാക്കിയിരിക്കുന്നത്. അതിനിടെ 5 ലക്ഷം രൂപ ലഭിച്ചാൽ കേസ് നടപടി അവസാനിപ്പിക്കാമെന്ന് ചൊവ്വാഴ്ച ഹർജി പരിഗണിക്കവേ വിജേഷ് വിജയന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. കോടതി ഇത് രേഖപ്പെടുത്തി. പാർക്കിലെ ബക്കറ്റ് ഷവർ ഭാഗത്ത് വീണാണ് ഹർജിക്കാരന് പരിക്കേറ്റത്. വീഗാർഡിനെയും അതിന്റെ ഉടമ ചിറ്റിലപ്പള്ളിയെയും സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ തുകയാണ് 5 ലക്ഷം. അതുപോലും നൽകാമെന്ന് ചിറ്റിലപ്പള്ളി സമ്മതിക്കുന്നില്ല എന്നതാണ് ചർച്ചകളിൽ നിറയുന്ന പ്രധാന കാര്യം. 2002 ഡിസംബർ 22-ന് വീഗാലാൻഡിലെ റൈഡിൽ നിന്ന് വീണ് പരിക്കേറ്റ തൃശൂർ സ്വദേശി വിജേഷ് വിജയന്റെ ഹർജിയിലാണ് നടപടി. നഷ്ടപരിഹാരം നൽകാതെ ഒഴിഞ്ഞുമാറുന്ന ചിറ്റിലപ്പള്ളിയെ നേരത്തെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. കോടതിയോട് വിരട്ടുവേണ്ടെന്നും അപ്പക്കഷ്ണം വലിച്ചെറിഞ്ഞ് പ്രശ്നം തീർക്കരുതെന്നും കോടതി വിമർശിച്ചിരുന്നു. വേണ്ടിവന്നാൽ അപകടത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. സ്വന്തം പാർക്കിൽ വീണ് ജീവിതം വീൽചെയറിലായ യുവാവിന് നഷ്ടപരിഹാരം നൽകാതെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് പ്രശസ്തിക്ക് വേണ്ടിയാണോ എന്നും ഹൈക്കോടതി ചോദിച്ചിരുന്നു. നഷ്ടപരിഹാരം നൽകാതെ കമ്പനിക്കെതിരെ പ്രചാരണം നടത്തിയെന്നാരോപിച്ച് വിജേഷിൽ നിന്ന് പണം ഈടാക്കാനാണ് ചിറ്റിലപ്പള്ളി ശ്രമിച്ചത്. ചിറ്റിലപ്പള്ളിയുടെ നിലപാടിനെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല എന്ന് വിമർശിച്ച ഹൈക്കോടതി എത്ര പണമുണ്ടെങ്കിലും അതൊന്നും മുകളിലേക്ക് കൊണ്ടുപോകാനാകില്ലെന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് കേസിൽ അതിനിർണായകമാകും. തന്റെ പണത്തിന്റെ ഒരു തരി പോലും മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന ഹൈക്കോടതിയുടെ പരാമർശത്തിന് പിന്നാലെ ഇത് തനിക്ക് മാനഹാനി ഉണ്ടാക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കൊച്ചോസേപ്പ് ചിറ്റിലപ്പള്ളിയും രംഗത്തു വന്നിരുന്നു. ഇത് വിശദീകരിച്ചുകൊണ്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് എഴുതിയ തുറന്ന കത്തിലാണ് ചിറ്റിലപ്പള്ളി ഇക്കാര്യം വ്യക്തമാക്കിയത്. തനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന പരാമർശങ്ങളെല്ലാം തന്നെ അനാവശ്യമാണെന്നും കേസിൽ കക്ഷിയല്ലാത്ത തന്നെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുകയായിരുന്നുവെന്നും ചിറ്റിലപ്പള്ളി കത്തിൽ വ്യക്തമാക്കുന്നു. അപകടത്തിൽപ്പെട്ട ആൾക്ക് ചികിത്സാ ചെലവിന്റെ 60% നൽകിയിരുന്നു. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 2 ലക്ഷം രൂപയുടെ ധനസഹായവും ഇദ്ദേഹത്തിന് നൽകിയിരുന്നുവെന്നും വിശദീകരിച്ചു. നഷ്ടപരിഹാരം നൽകാതെ വാശി പിടിക്കുന്നതിനാൽ ചിറ്റിലപ്പള്ളിയോടുള്ള മതിപ്പ് നഷ്ടപ്പെട്ടു എന്ന് കോടതി പറഞ്ഞിരുന്നു. കമ്പനിക്കെതിരെ പ്രചാരണം നടത്തിയെന്ന് പറഞ്ഞ് വിജേഷിനെ പാഠം പഠിപ്പിക്കുമെന്ന നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും കോടതി താക്കീത് നൽകി. നട്ടെല്ലിന് പരിക്കേറ്റ വിജേഷ് വർഷങ്ങളായി കിടപ്പിലാണ്. ഈ സംഭവം തനിക്ക് നാണക്കേടുണ്ടാക്കിയെന്നും 1 ലക്ഷം രൂപ വിജേഷിന് നഷ്ടപരിഹാരമായി നൽകാമെന്നുമാണ് ചിറ്റിലപ്പള്ളി കോടതിയെ അറിയിച്ചത്. ഇതേ തുടർന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചിറ്റിലപ്പള്ളിയെ രൂക്ഷമായി വിമർശിച്ചത്. വിജേഷിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ എഴുന്നേറ്റു നടക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് കൊച്ചി മെട്രോപൊളിറ്റൻ ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞത്. അപകടം നടന്ന ഉടനെ വിജേഷിനെ വാട്ടർ തീം പാർക്ക് അധികൃതർ ആശുപത്രിയിൽ എത്തിച്ചില്ല എന്നും ആരോപണമുണ്ട്. ആദ്യം 50,000 രൂപ തന്ന വീഗാലാൻഡ് അധികൃതർ തുടർ ചികിത്സയ്ക്ക് യാതൊരു സഹായവും നൽകിയില്ലെന്നും ചിറ്റിലപ്പള്ളിയെ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും അദ്ദേഹം പ്രതികരിച്ചില്ലെന്നും വിജേഷ് പറയുന്നു. റോക്കറ്റിൽ ലോകം ചുറ്റുന്ന ചിറ്റിലപ്പള്ളി കിടക്കയിൽ കിടക്കുന്ന വിജേഷിനെ പരിഗണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കോടതി നേരത്തെ ചോദിച്ചിരുന്നു. സംഭവം തനിക്ക് നാണക്കേടുണ്ടാക്കിയെന്നും 2.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാമെന്നുമാണ് ചിറ്റിലപ്പള്ളി അന്ന് പറഞ്ഞത്. എന്നാൽ എത്ര വർഷമായി വിജേഷ് കിടപ്പിലാണെന്നും അതെന്താണ് ചിറ്റിലപ്പള്ളി ഓർക്കാത്തതെന്നും കോടതി ചോദിച്ചു. ഇവരൊക്കെ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ ഞെട്ടലുളവാക്കുകയാണ്. ഇത്തരക്കാരെ തുറന്നുകാട്ടുന്ന സംഭവമാണ് ഹർജിയായി വന്നിരിക്കുന്നതെന്നും കോടതി പറഞ്ഞു.